കർണാടകയിലെ ചിക്കമംഗലൂരിലേക്ക് വിനോദയാത്രയ്ക്ക് പോയ പാലക്കാട് സ്വദേശിനിയായ കൗമാരക്കാരിയുടെ അന്ത്യമാണ് നമ്മളിപ്പോൾ കേൾക്കുന്ന വാർത്ത. കേരളത്തെ ആകെ നൊമ്പരപ്പെടുത്തുന്ന വാർത്ത ഇത് മാറുകയാണ്. പാലക്കാട് കടമ്പഴിപ്പുറം സ്വദേശിനി ശ്രീനന്ദ എന്ന 15 വയസ്സുകാരുടെ തിരോധാനം. അതായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെയും ചർച്ച ചെയ്തത്. 4 ദിവസത്തെ തിരച്ചിലായിരുന്നു. ഏറ്റവും ഒടുക്കം അനിശ്ചിതത്വങ്ങൾക്കൊക്കെ ഒടുവിൽ ആ മൃതദേഹം ലഭിച്ചിരിക്കുകയാണ്. പാലക്കാട് കടമ്പഴിപ്പുറം സ്വദേശികളായ രമേശ് രോഹിണി ദമ്പതികളുടെ മകൾ ശ്രീനന്ദയുടെ മൃതദേഹം ചിക്കമംഗലൂരുവിലെ ബാബ ബുദ്ധാൻഗിരിക്ക് താഴെയുള്ള 1500 അടി താഴ്ചയുള്ള കൊക്കയിൽ നിന്നാണ് കണ്ടെത്തിയത്. 10ാം ക്ലാസ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് അവധിക്കാലമൊക്കെ ആഘോഷിക്കാനായി കുടുംബത്തോടൊപ്പം സുഹൃത്തുക്കൾക്കൊപ്പവും എത്തിയതായിരുന്നു ശ്രീനന്ദ. ശ്രീനന്ദയുടെ തിരോധാനത്തിലെ ഏറ്റവും ദുരൂഹമായ വശം അവസാനത്തെ ആ 15 മിനിറ്റുകളാണ്. എന്താണ് ശ്രീനന്ദയ്ക്ക് സംഭവിച്ചു എന്ന കാര്യത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ സ്ഥിരീകരണങ്ങൾ വരേണ്ടതുണ്ട്. പക്ഷേ ശ്രീനന്ദയെ കാണാതായ അവസാനത്തെ ആ 15 മിനിറ്റ് അത് വളരെ നിർണായകമായിരുന്നു. സാധാരണഗതിയിൽ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരാൾ അപ്രത്യക്ഷമാവുക എന്നത് അവിശ്വസനീയമാണ്. എന്താണ് സംഭവിച്ചത്? ചൊവ്വാഴ്ച വൈകിട്ട് 5:20 ഒരു ഗ്രൂപ്പ് ഫോട്ടോയിൽ ശ്രീനന്ദ കുടുംബാംഗങ്ങൾക്കൊപ്പം ചിരിച്ചു നിൽക്കുന്നത് വളരെ വ്യക്തമായി കാണാം. എന്നാൽ കൃത്യം 5:35 എടുത്ത ചിത്രങ്ങളിൽ കുട്ടി സംഘത്തോടൊപ്പമില്ല. ഈ ചെറിയ ഇടവേളയിൽ കുട്ടി എങ്ങോട്ട് പോയി എന്നത് പോലീസിനെയും കുടുംബത്തെയും ഒരുപോലെ കുഴപ്പിച്ചിരുന്ന ചോദ്യമാണ്. തിരക്കേറിയ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ വെറും 15 മിനിറ്റിനുള്ളിൽ CCTV ദൃശ്യങ്ങളൊക്കെ ആക്സസബിൾ ആയിട്ടുള്ള ഒരു സമയത്ത് ഒരു പെൺകുട്ടിക്ക് എന്ത് സംഭവിക്കാനാണെന്നതാണ് പോലീസിനെയും കുടുംബത്തെയും ഒക്കെ ഒരുപോലെ കുഴയ്ക്കുന്നത്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കുട്ടി അപ്രത്യക്ഷമായത് യാദൃശ്ചികമല്ല എന്നാണ് കുടുംബം വിശ്വസിച്ചത്. അതീവ തിരക്കേറിയ മാണിക്യധാര വ്യൂ പോയിന്റിന് പരിസരത്ത് നിന്നാണ് കുട്ടിയെ കാണാതായതെന്നതും സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ശ്രീനന്ദയെ തട്ടിക്കൊണ്ടുപോയി എന്നും ശ്രീനന്ദയ്ക്ക് ലഹരി കൊടുത്തുകൊണ്ട് കടത്തിക്കൊണ്ടുപോയി എന്നുമൊക്കെയാണ് ഇന്ന് രാവിലെ കൂടി ശ്രീനന്ദയുടെ മാതാപിതാക്കൾ പോലീസിനോടും മാധ്യമങ്ങളോടും പറഞ്ഞത്. ഈ ട്രക്കിംഗ് സൈറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നിരവധി ആളുകൾ വന്നു പോകുന്നുണ്ട്. 40 പേരടങ്ങുന്ന ഒരു വലിയ യാത്രാ സംഘത്തിനൊപ്പമാണ് ശ്രീനന്ദ യാത്ര ചെയ്തത്. അതിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്. ആ യാത്രാ സംഘത്തിന്റെ കണ്ണു വെട്ടിച്ച് ഒരാളെ തട്ടിക്കൊണ്ടു പോവുക എന്നത് പ്രായോഗികമായി പ്രയാസകരമാണ്. എന്നിരുന്നാലും ഫോട്ടോയിൽ കണ്ടതിന് ശേഷം മിനിറ്റുകൾക്കുള്ളിൽ കുട്ടി അപ്രത്യക്ഷമായതുകൊണ്ട് തന്നെ ആരെങ്കിലും കുട്ടിയെ അപായപ്പെടുത്തിക്കൊണ്ടു പോയത് അല്ലെങ്കിൽ പിന്തുടർന്ന് തട്ടിക്കൊണ്ടു പോയതാകാമെന്നുള്ള സംശയം കുടുംബം ബലമായി ഉന്നയിച്ചിരുന്നു. ഹംപിയിൽ നിന്ന് തുടങ്ങിയ ഒരു യാത്രയാണ് ഈ കുടുംബത്തിന്റെ. യാത്രയിൽ മറ്റാരെങ്കിലും ഇവരെ നിരീക്ഷിച്ചിരുന്നു എന്നതും ഈ സാഹചര്യത്തിൽ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. തന്റെ കുട്ടിയെ ഡ്രഗ് കൊടുത്ത് മയക്കി ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാകാം. അവൾ ഒരിക്കലും അവിടെ തനിയെ വീഴില്ല എന്നാണ് ശ്രീനന്ദയുടെ അമ്മ രേണുകയുടെ വാക്കുകൾ പറയുന്നത്. ഹംപിയിൽ നിന്ന് കുടുംബം യാത്ര തുടങ്ങിയപ്പോൾ മുതൽ ആരെങ്കിലും ഇവരെ പിന്തുടർന്നിരുന്നോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ലഹരി മാഫിയകൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന സംശയം കുടുംബം പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. നിലവിൽ 1500 അടി താഴ്ചയുള്ള കൊക്കയിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയതോടെ ആ 15 മിനിറ്റിനുള്ളിൽ കുട്ടി അബദ്ധത്തിൽ കാൽ വഴുതി വീണതാകാമെന്ന നിഗമനത്തിലേക്കാണ് പോലീസ് പ്രാഥമികമായി വിരൽ ചൂണ്ടുന്നത്. വ്യൂ പോയിന്റിന് സമീപത്തെ ചെങ്കുത്തായ മലനിരകളിൽ സെൽഫി എടുക്കാനോ മറ്റോ ശ്രമിക്കുമ്പോൾ അപകടം സംഭവിച്ചതാകാമെന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ഒരു സ്ഥലത്ത് ഇത്രയും വേഗത്തിൽ ഇത്തരമൊരു അപകടം സംഭവിച്ചത് എങ്ങനെയെന്നതിൽ ഇപ്പോഴും വ്യക്തത വരേണ്ടതുണ്ട്. മാത്രമല്ല, എന്തുകൊണ്ട് ആ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല ഇത്രയും ദിവസമായിട്ടും? 4 ദിവസമായി വനം വകുപ്പും പോലീസും നാട്ടുകാരും ആദിവാസി ഗോത്ര വിഭാഗത്തിൽ നിന്ന് ആളുകളും ഒക്കെ സംയുക്തമായി ചേർന്ന് അവിടെ തെരച്ചിൽ നടത്തുന്നുണ്ട്. എന്നിട്ടും 4 ദിവസം എടുത്തോ ഈ കുട്ടിയുടെ മൃതശരീരം കണ്ടെത്താൻ എന്നൊരു ചോദ്യം കൂടി ബാക്കിയാവുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ മാത്രമേ ഈ 15 മിനിറ്റിലെ നിഗൂഢതകൾക്ക് പൂർണ്ണമായി ഉത്തരം ലഭിക്കുകയുള്ളൂ. 4 ദിവസമായി കർണാടക പോലീസ്, വനം വകുപ്പ്, അഗ്നിരക്ഷാസേന എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ തിരച്ചിൽ നടത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടുത്തെ ടെറൈൻ്റെ ഒരു പ്രത്യേകതയാണ്. ചെങ്കുത്തായ മലനിരകളും കൊടുങ്കാടും തെരച്ചിലിന് വലിയ വെല്ലുവിളിയായിട്ടുണ്ടാകാം. തെർമൽ ഡ്രോണുകളൊക്കെ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് മാണിക്യധാര വ്യൂ പോയിന്റിന് താഴെ ഹർഷന ഗുപ്പയിലെ മലയിടുക്കിലെ മൃതദേഹം കണ്ടെത്തിയത്. ശ്രീനന്ദയെ കാണാതായ ബാബ ബുദ്ധാൻഗിരിക്കും ചില പ്രത്യേകതകളൊക്കെയുണ്ട്. കർണാടകയിലെ ചിക്കമംഗലൂരു ജില്ലയിൽ പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന അതീവ സുന്ദരവും ചരിത്രപ്രധാനമായ ഒരു പ്രദേശമാണ് ഈ ബാബ ബുദ്ധാൻഗിരി. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1895 മീറ്റർ ഉയരത്തിലാണ് ഈ മലനിരകളുള്ളത്. കർണാടകയിൽ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ മുള്ളയ്യനഗിരിയും ബാബ ബുദ്ധാൻഗിരിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ട്രക്കിംഗ് പാത സാഹസിക സഞ്ചാരികൾക്കൊക്കെ ഏറെ പ്രിയപ്പെട്ടതാണ്. ചരിത്രവും വിശ്വാസവും പ്രകൃതി ഭംഗിയും ഒക്കെ ഒത്തുചേർന്ന ഒരിടമാണ് ഈ ബാബ ബുദ്ധാൻഗിരി. എന്നാൽ കുത്തനെയുള്ള ചെരുവുകളും കൊക്കുകളും നിറഞ്ഞ ഭൂപ്രകൃതിയായതിനാൽ അതീവ ശ്രദ്ധയൊക്കെ ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹംപിയാണ് ഇവർ ആദ്യം സന്ദർശിക്കുന്നത്. അതിനുശേഷമാണ് ഈ കുടുംബം ചിക്കമംഗലൂരിലേക്ക് എത്തുന്നത്. ഹംപിയിൽ വെച്ച് ആരെങ്കിലും ഇവരെ പിന്തുടരുന്നോ ഹംപിയിൽ നിന്നും ആരെങ്കിലും ഇവരെ പിന്തുടർന്നിരുന്നോ എന്ന കാര്യം പോലീസ് ഗൗരവമായി പരിശോധിക്കുന്നുണ്ട്. എന്തായാലും മൃതദേഹം പുറത്തെടുത്തതിനു ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതുണ്ട്. മരണകാരണം സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ വ്യക്തമാകൂ. എന്നാൽ മകൾ സുരക്ഷയെ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞ 4 ദിവസമായി ചിക്കമംഗലൂരിൽ തങ്ങുന്നൊരു കുടുംബമുണ്ട്.
അവരോടൊപ്പം അന്വേഷണത്തിൽ സഹായിക്കാൻ പാലക്കാട് നിന്നുള്ളൊരു 15ഓളം പേരും സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു. ആ പ്രതീക്ഷകളെല്ലാം തകർക്കുന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. തട്ടിക്കൊണ്ടുപോകൽ സാധ്യത പോലീസും തള്ളിയിട്ടില്ല. ആരെങ്കിലും മനഃപൂർവ്വം അപായപ്പെടുത്തിയതാണെങ്കിൽ കൃത്യമായ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസിന്റെ നീക്കം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും CCTV ദൃശ്യങ്ങളും ചേർത്ത് വായിച്ചാൽ മരണത്തിലെ നിഗൂഢതകൾ അഴിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം.